ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇത് നമ്മൾ മറൈൻ എക്സ്പോ, എറണാകുളത്തുള്ള മറൈൻ എക്സ്പോ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് പിള്ളേരൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുക്കാൻ കയറി. ഒരാൾക്ക് 120 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. എന്തുകൊണ്ടും വരുത്താനുണ്ടോ ഈ ടിക്കറ്റ് റേറ്റ്. പിള്ളേർക്കൊന്നും ടിക്കറ്റ് ഇല്ല, വലിയവർക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് കാണാനായിട്ട് കുറേ സംഭവങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ കയറി എല്ലാവരും എറണാകുളത്തുള്ളവരൊക്കെ മസ്റ്റായിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണിത്. കുറച്ച് ദിവസം കൂടി ഉള്ളൂ, എല്ലാവരും പോയി കാണാത്തവർ പോയി കാണണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പല വെറൈറ്റീസിലുള്ള ഫിഷസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നല്ല രസമുണ്ട്, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും കാണാനായിട്ട്. ഐശ്വര്യമൊക്കെ വളരെയധികം എൻജോയ് ചെയ്ത ഒരു സംഭവം കൂടിയാണിത്. അപ്പോൾ എല്ലാവരും എറണാകുളത്തുള്ളവർ എന്തായാലും ഉറപ്പായിട്ട് ഷുവറായിട്ട് കണ്ടിട്ട് കാണേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. അങ്ങനെ ഈ മറൈൻ എക്സ്പോൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കണേണ്. ഇതിലേറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ മത്സ്യകന്യക ഉണ്ടെന്നുള്ളതാണ്. ഈ മത്സ്യകന്യ കാണാനായിട്ടോ കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മത്സ്യകന്യകനെയൊക്കെ കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് നമ്മൾ നേരിട്ട് കാണാനായിട്ട്. എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയ കാര്യമെന്ന് പറയുന്നത്, ഈ മറൈൻ എക്സ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകിട്ട് 4 മണി മുതൽ 9:30 മണി വരെയാണ് ഇതിൻ്റെ ടൈമിങ്. അപ്പോൾ ഏകദേശം ഒരു 5.5 മണിക്കൂറോളം ഇവരിങ്ങനെ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ കിടക്കണം എന്ന് പറയണത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയൊരു കാര്യം തന്നെയാണ്. അവിടുന്ന് നേരെ കയറി ചെല്ലണത് കുറേ ഷോപ്പൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ്. പലതരത്തിലുള്ള ബാഗുകൾ, ഡ്രസ്സ്, അങ്ങനെ കുറേ ടോയ്സ്, അങ്ങനത്തെ സ്ഥലത്തേക്കാണ്. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു കാര്യം ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ 90s കിഡ്സിൻ്റെ ഒക്കെ മിഠായികൾ, പല വെറൈറ്റിയിലുള്ള മിഠായികൾ. ഞാൻ പണ്ട് എൻ്റെ ചെറുതിലെ കഴിച്ച മിഠായികളൊക്കെ ഞാൻ കാണുന്നത് പിന്നെ ഇപ്പോഴാണ്. ഇവിടെ അങ്ങനത്തെ കുറേ മിഠായികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പണ്ട് കഴിച്ച എല്ലാ മിഠായികളും, ഒരുവിധം എല്ലാ മിഠായികളും ഇവിടെ ഉണ്ട്. ഈ മിഠായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടോ? ഈ മിഠായി നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് കേട്ടോ. ഇതൊക്കെ ഞാൻ പണ്ട് കഴിച്ച മിഠായികളാണ്. ഇത് കുറേ ഉണ്ട് കേട്ടോ, കുറേ മിഠായികളൊക്കെ ഉണ്ട്. ഇത് പണ്ടത്തെ മിഠായികളുടെ മാത്രം സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.